Hello dear students, today we are going to learn about the 14th chapter, that is the contracts of indemnity and guarantee. നമുക്ക് ആദ്യം എന്താണ് കോൺട്രാക്ട്സ് ഓഫ് ഇൻറ്റിമിറ്റി എന്ന് നോക്കാം. ഓൾറെഡി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ദർ ആർ സം സ്പെഷ്യൽ കോൺട്രാക്ട്സ്. ഈ സ്പെഷ്യൽ കോൺട്രാക്ട്സ് ആണ് ഇൻറ്റിമിറ്റി ആൻഡ് ഗ്യാരണ്ടി, ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ്, ഏജൻസി എന്നെല്ലാം പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ കോൺട്രാക്ട്സ് ആയാലും ദീസ് കോൺട്രാക്ട് മസ്റ്റ് ഓൾസോ സാറ്റിസ്ഫൈ ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. നമുക്ക് ജനറൽ പ്രിൻസിപ്പിൾസ് അറിയാം, കൺസിഡറേഷൻ, അതുപോലെ തന്നെ കോമ്പിറ്റൻ്റ് ആവണം, ഫ്രീ കൺസെൻറ്റ് വേണം, ലോഫുൾ ഒബ്ജക്റ്റ് വേണം എന്നെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതെല്ലാം ഈ ഫുൾഫിൽ ചെയ്യണം. ഈ സ്പെഷ്യൽ കോൺട്രാക്ട്സ് ആയാലും അത് ഫുൾഫിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. ആൻഡ് എന്താണ് കോൺട്രാക്ട്സ് ഓഫ് ഇൻറ്റിമിറ്റി? A contract of indemnity is a type of contingent contract. Indemnity means to compensate or make good the loss, to protect a person against loss, or to restore the loss suffered. അതായത് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെയാണ് ഇൻറ്റിമിറ്റി കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരാൾക്ക് നഷ്ടം വന്നു, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? കോമ്പൻസേറ്റ് ചെയ്യുന്നു, ആ ലോസ് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഒരാളെ ആ ഒരു ലോസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു. അതിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻറ്റിമിറ്റി എന്ന് വിളിക്കാം. ആൻഡ് അതിൻ്റെ ലോ പ്രകാരമുള്ള ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദ അതർ ഫ്രം ലോസ് caused to him by the conduct of the promiser himself or by the conduct of any other person is called a contract of indemnity. അതായത് ഒരു രണ്ട് പാർട്ടികൾ തമ്മിലുള്ള കോൺട്രാക്റ്റാണ്. അതിലൊരു പാർട്ടി മറ്റൊരു പാർട്ടീനെ അവർക്കുണ്ടാകുന്ന ലോസ് ഒന്നെങ്കിൽ ആ ആദ്യം പറഞ്ഞ പാർട്ടി പ്രോമിസർ ചെയ്യുന്ന കാര്യം കൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ചെയ്യുന്ന കാര്യം കൊണ്ടാകാം. എങ്ങനെയായാലും ആ വരുന്ന ലോസ് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള കോൺട്രാക്റ്റിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻറ്റിമിറ്റി എന്ന് വിളിക്കുന്നത്. ആൻഡ് മെയിൻലി ഹിയർ വി ഹാവ് ടു പാർട്ടീസ്, ഇൻറ്റിമിനിഫയർ, അതുപോലെ തന്നെ ഇൻറ്റിമിനിഫൈഡ് അല്ലെങ്കിൽ ഇൻറ്റിമിറ്റി ഹോൾഡർ എന്ന് വിളിക്കും. ഇൻറ്റിമിനിഫയർ എന്ന് പറഞ്ഞാൽ ദ പ്രോമിസർ ഹു അണ്ടർടേക്സ് ടു മേക്ക് ദ ഗുഡ് ലോസ്. അതായത് ആരാണോ ലോസ് മേക്കപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ലോസ് കോമ്പൻസേറ്റ് ചെയ്യാം എന്ന് പറയുന്ന ആൾക്കാരെയാണ് നമ്മൾ പ്രോമിസർ എന്ന് വിളിക്കുന്നത്. മീൻസ് അവരെ നമ്മൾ ഇൻറ്റിമിനിഫയർ എന്ന് വിളിക്കും. ആൻഡ് ഇൻറ്റിമിനിഫൈഡ് അല്ലെങ്കിൽ ഇൻറ്റിമിനിറ്റി ഹോൾഡർ എന്ന് പറഞ്ഞാൽ ദ പ്രോമിസി ഹൂസ് ലോസ് ഈസ് ടു ബി മെയ്ഡ് ഗുഡ്. ആരുടെ ലോസാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത് അവരെയാണ് ഇൻറ്റിമിനിഫൈഡ് അഥവാ ഇൻറ്റിമിനിറ്റി ഹോൾഡർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് എ കോൺട്രാക്ട്സ് ടു കോമ്പൻസേറ്റ് ബി up to a specified amount against the consequences of any action that C may take against B if B supports A in an election. അതായത് എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റാണ്. ഈ കോൺട്രാക്റ്റ് പ്രകാരം പറയുന്നത് എനെ ബി എലക്ഷന് സപ്പോർട്ട് ചെയ്യുമ്പോൾ സിയുടെ സൈഡിൽ നിന്നും ബിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസോ കോൺസിക്വൻസസ് ഉണ്ടായാൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് എ കോമ്പൻസേറ്റ് ചെയ്യും എന്നാണ് ഈ ഒരു കോൺട്രാക്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ 3 പാർട്ടി ഇൻവോൾവ് ആണ്. എയും ബിയും ഉണ്ട്, സിയും ഉണ്ട്, എ ബി ആൻഡ് സി. അപ്പോൾ എ സിക്ക് വേണ്ടി ആ ഒരു പ്രോബ്ലം കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അതുപോലെ രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നുണ്ട് എക്സ് ആൻഡ് വൈ ക്ലെയിം സർട്ടൻ ഗുഡ്സ് ഫ്രം എ റെയിൽവേ കമ്പനി ആസ് റൈവൽ ഓണേഴ്സ്. എക്സ് ടേക്സ് ഡെലിവറി ബൈ അഗ്രീയിങ് ടു കോമ്പൻസേറ്റ് ദ റെയിൽവേ കമ്പനി ഇഫ് വൈ ലേറ്റർ പ്രൂവ്സ് ടു ബി ദ ട്രൂ ഓണർ. അതായത് എക്സും അതുപോലെ റെയിൽവേ കമ്പനി ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ്. അത് എക്സും വൈയും ഒരു കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ഓണേഴ്സാണ്. അപ്പോൾ റെയിൽവേ വൈയുടെ ഒരു മീൻസ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിന് ഡെലിവറി ചെയ്യാണ്. അപ്പോൾ വൈ ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കൊണ്ടുവന്നാൽ അത് ഈ എക്സ് കോമ്പൻസേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് പറയുന്ന ഒരു കോൺട്രാക്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കോൺട്രാക്ട്സിനൊക്കെയാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻറ്റിമിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് കുറച്ചും കൂടി ഇതിൻ്റെ സ്കോപ്പാണ് പറയുന്നത്. സ്കോപ്പ് ഓഫ് സെക്ഷൻ 124 ഇന്ത്യൻ ആക്ട്, അതുപോലെ തന്നെ വൈഡർ ഇംഗ്ലീഷ് വ്യൂ. നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് ലോയിൽ എങ്ങനെയാണെന്നും കൂടി നോക്കാറുണ്ട്. സോ ഇന്ത്യൻ കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എക്സ്പ്രസ് പ്രോമിസസ് ടു ഇൻറ്റിമിനിഫൈ. അതായത് എക്സ്പ്രസ് പ്രോമിസസ് നമുക്കറിയാം. എക്സ്പ്രസ് കോൺട്രാക്റ്റുകൾ എന്തായിരുന്നു? നമ്മൾ വേർഡ്സിലോ റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന കോൺട്രാക്റ്റുകളെയാണ് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുക. ആൻഡ് ദ ലോസ് കോസ്ഡ് ബൈ ദ കണ്ടക്ട് ഓഫ് ദ പ്രോമിസർ ഓർ എനി അതർ പേഴ്സൺ. ഒന്നെങ്കിൽ പ്രോമിസർ തന്നെ വരുത്തിയ നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം എന്ന് പറയുന്നു. ആൻഡ് ഡസ് നോട്ട് എക്സ്പ്രസ്ലി ഇൻക്ലൂഡ്, ബട്ട് അതിൽ ഈ താഴെ പറയുന്ന കാര്യം പ്രത്യേകമായി എടുത്ത്
പറയുന്നില്ല എന്ന് പറയുന്നത്. അതായത് ഒന്ന് ഇംപ്ലൈഡ് പ്രോമിസസ് ടു ഇൻറ്റിമിനിഫൈ. ഇംപ്ലൈഡ് പ്രോമിസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേർഡ്സിലോ അല്ലെങ്കിൽ വെർബലായിട്ടോ ഒന്നും എക്സ്പ്രസ് ചെയ്യാത്തതായിട്ടുള്ള പ്രോമിസസ്. അതുപോലെ ലോസ് അറൈസിങ് ഫ്രം ആക്സിഡൻറ്റ്സ് ഓർ ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഹ്യൂമൻ കണ്ടൻറ്റ്. അതായത് എന്തെങ്കിലും തരത്തിൽ ആക്സിഡൻ്റിൽ വന്ന ലോസുകളൊന്നും കവറപ്പ് ചെയ്യില്ല എന്ന് പറയുന്നു. ബട്ട് ഒരു കാര്യം അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ കോഡ്സ് therefore treat section 124 and 125 as non-exhaustive. non-exhaustive എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം മീൻസ് ഇതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ പറഞ്ഞ ഈ സെക്ഷൻ 124ലും 125ലും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആ സാഹചര്യം അനുസരിച്ച് ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ആൻഡ് ആസ് പെർ ഇംഗ്ലീഷ് ലോ അതിലെന്താ പറയുന്നത്? എ പ്രോമിസ് ടു സേവ് അനദർ ഹാംലെസ് ഫ്രം ലോസ് caused as a result of a transaction entered into at the instance of the promise. Indian courts follow this wider equitable approach. അതായത് ഒരാളിൽ നിന്ന് ലോസിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് വെക്കുന്ന ഏതൊരു കോൺട്രാക്റ്റിനെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് ഇംഗ്ലീഷ് ലോ പ്രകാരം പറയുന്നത്. ഇനി the nature and the essential features of a contract of intimacy. ഒന്നാമത്തെ പറയുന്നത് എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. മുൻപ് പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. കോൺട്രാക്ട് ഓഫ് ഇൻറ്റിമിറ്റി എന്ന് പറയുന്നത് അതൊന്നെങ്കിൽ എക്സ്പ്രസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആക്കാം എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം പറഞ്ഞു ഇംപ്ലൈഡ് കോൺട്രാക്ട്സിന് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും ആ ഒരു കേസിൻ്റെ പ്രത്യേകത അനുസരിച്ച് ആ കേസിൻ്റെ സർക്കംസ്റ്റൻസസ് അനുസരിച്ച് അത് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ദെൻ സെക്കൻഡ് പറയുന്നതാണ് കോമ്പൻസേഷൻ ഓഫ് ലോസ്. It covers loss caused by a human agency as well as events or accidents that do not depend on human conduct. അതായത് ഒരു ആക്സിഡൻ്റലായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നു ഈ ലൈഫ് ഇൻഷുറൻസ് ഒരിക്കലും കോൺട്രാക്ട് ഓഫ് ഇൻറ്റിമിറ്റി അല്ല. ബട്ട് അതേസമയം ജനറൽ ഇൻഷുറൻസ് എല്ലാം കോൺട്രാക്ട് ഓഫ് ഇൻറ്റിമിറ്റി ആണ്. അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ദെൻ ഇൻഷുറൻസ് കോൺട്രാക്ട്സ്. General insurance contracts are contracts of intimacy and the life insurance is not because the payment is based on the consideration other than the actual loss suffered. അതായത് ലൈഫ് ഇൻഷുറൻസ് അതൊരു കോൺട്രാക്ട് ഓഫ് ഇൻറ്റിമിറ്റി അല്ല. കാരണം എന്താണ്? അത് കൺസിഡറേഷൻ നമ്മൾ എത്ര അടച്ചു ആ കൺസിഡറേഷൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് ലൈഫ് ഇൻഷുറൻസ് വരുന്നത്, അല്ലാതെ ആക്ച്വൽ ലോസിൻ്റെ ബേസിസിലല്ല. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. ദെൻ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. അതായത് ഒരു കോൺട്രാക്ട് ഓഫ് ഇൻറ്റിമിറ്റി വാലിഡ് കോൺട്രാക്റ്റിൻ്റെ 10 എസെൻഷ്യൽസ് നമുക്ക് അറിയുന്നതാണ്. അതെല്ലാം പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. ഇനി ഇൻറ്റിമിറ്റി ഹോൾഡറിൻ്റെ അതായത് ഇൻറ്റിമിനിഫൈഡിൻ്റെ റൈറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞു വി ക്യാൻ കോൾ ദ ഇൻറ്റിമിറ്റി ഹോൾഡർ ആസ് ദ ഇൻറ്റിമിനിഫൈഡ്. ഇൻറ്റിമിനിഫൈഡ് എന്നും അവരെ വിളിക്കും അക്കോർഡിംഗ് ടു സെക്ഷൻ 125 ഓഫ് 1. ആൻഡ് ഇതിൽ പറയുന്ന ഒന്നാമത്തെയാണ് റൈറ്റ്സ് ടു റിക്കവർ ഡാമേജസ് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ദ ഇൻറ്റിമിറ്റി ഹോൾഡർ മേ റിക്കവർ ഓൾ ഡാമേജസ് പെയ്ഡ് in suit concerning a matter to which the promise to indemnify applies. അതായത് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയുള്ള ആ കോൺട്രാക്റ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള എല്ലാ ഡാമേജസും. ഏത് നമ്മൾ കോൺട്രാക്റ്റ് വയ്ക്കുമ്പോൾ ഇങ്ങനൊരു നഷ്ടം സംഭവിച്ചാൽ ആ ഡാമേജസ് എത്രയാണ്, ഡാമേജസ് എന്താണെന്ന് ചിലപ്പോൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ എല്ലാ ഡാമേജസും റിക്കവർ ചെയ്യാനുള്ള എമൗണ്ട് അല്ലെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള അവകാശം ഇൻറ്റിമിറ്റി ഹോൾഡറിനുണ്ട്. ദെൻ അതിലൊരു കാര്യം പറയുന്നത് ദ പ്രോമിസ് കവേഴ്സ് ദ ഫൈനാൻഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ദ പ്രൊട്ടക്റ്റഡ് മാറ്റർ. പ്രൊട്ടക്റ്റഡ് മാറ്ററിൻ്റെ എന്താണ് സബ്ജക്റ്റ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു ഫൈനാൻഷ്യൽ അതിൽ നിന്ന് വരുന്ന ഫൈനാൻഷ്യൽ റിസൾട്ട്സിനൊക്കെ കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നു. ദെൻ റൈറ്റ്സ് ടു റിക്കവർ ദ കോസ്റ്റ്. അതായത് ഇപ്പോൾ ഇങ്ങനൊരു സ്യൂട്ട് നടക്കുകയാണെങ്കിൽ, ഇങ്ങനൊരു കേസ് നടക്കുകയാണെങ്കിൽ ആ കേസ് നടത്താനുള്ള എല്ലാ എമൗണ്ടും എല്ലാ കോസ്റ്റും നമുക്ക് ഈ പ്രോമിസറിൽ നിന്ന് റിക്കവർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് ഇൻറ്റിമിനിഫയറിൽ നിന്ന് റിക്കവർ ചെയ്യാവുന്നതാണ്. ബട്ട് ഇറ്റ് ഹാസ് സം കണ്ടീഷൻസ്. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു സം ഓഫ് കണ്ടീഷൻ. ദ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നതാണ് ദ ഇൻറ്റിമിറ്റി ഹോൾഡർ മസ്റ്റ് നോട്ട് ഹാവ് കോൺട്രവെൻറ്റ് ദ ഓർഡർ ഓഫ് ദ പ്രോമിസർ. അതായത് ഇൻറ്റിമിറ്റി ഹോൾഡർ പ്രോമിസർ എന്ന് പറയുന്നത് ഇൻറ്റിമിനിഫയർ ആണ്. അവരുടെ കോൺട്രാക്റ്റോ ഓർഡേഴ്സോ ഒന്നും വയലേറ്റ് ചെയ്യാൻ പാടില്ല. Then the intimacy holder must have acted prudently. അതുപോലെ തന്നെ the intimacy holder must have been authorized by the promiser to bring or defend the suit. അതായത്
അവർക്ക് നിയമപരമായിട്ടുള്ള അങ്ങനെ ഒരു ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരിക്കണം, മീൻസ് അത് സ്പെസിഫൈഡ് ആയിരിക്കണം. പിന്നെ അടുത്തൊരു റൈറ്റ് പറയുന്നത് റൈറ്റ് ടു റിക്കവർ ദ സം പെയ്ഡ്. അതായത് ദ ഇൻറ്റിമിറ്റി ഹോൾഡർ ഈസ് എൻടൈറ്റിൽഡ് ടു റിക്കവർ ഓൾ സംസ് പെയ്ഡ് അണ്ടർ ദ ടേംസ് ഓഫ് എ കോംപ്രമൈസ് ഓഫ് എ സ്യൂട്ട് പ്രൊവൈഡഡ് ദ കോംപ്രമൈസ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻസ്. അതായത് ആ ഒരു സ്യൂട്ട് കോംപ്രമൈസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ള എല്ലാ എമൗണ്ട്സും റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഇൻറ്റിമിറ്റി ഹോൾഡറിനുണ്ടെന്ന് പറയുന്നു. ബട്ട് ഇറ്റ് ഹാസ് ഓൾസോ സം കണ്ടീഷൻസ്. ഒന്നാമത്തെ കണ്ടീഷൻ നോട്ട് കോൺട്രാറി ടു ഓർഡേഴ്സ്. അതായത് കോംപ്രമൈസ് ഒരിക്കലും ഇൻറ്റിമിഫയർ അല്ലെങ്കിൽ ആ പ്രോമിസറിൻ്റെ ഓർഡേഴ്സിന് എഗെയിൻസ്റ്റ് ആവരുത്, വയലേറ്റ് ചെയ്യുന്ന തരത്തിലാവരുത്. ഇറ്റ് മസ്റ്റ് ബി പ്രൂഡൻറ്റ്, അതുപോലെ തന്നെ ഓതറൈസ്ഡ് ബൈ ദ പ്രോമിസർ ആയിരിക്കണം. ഈ മൂന്നുമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ നമ്മൾ റൈറ്റ്സ് ഓഫ് ഇൻറ്റിമിഫൈഡ് കണ്ടു. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ദ റൈറ്റ്സ് ഓഫ് ദ ഇൻറ്റിമിഫയർ. ആൻഡ് 3 മേജർ റൈറ്റ്സ് ആണ് ഇവിടെയും പറയുന്നത്. റൈറ്റ് ടു സബ്റുഗേഷൻ, റൈറ്റ് ടു ഇക്വിറ്റീസ്, റൈറ്റ് ടു റെഫ്യൂസ് ഇൻറ്റിമിറ്റി. ഇതാണ് 3. ഇതിൽ ആദ്യത്തെ സബ്റുഗേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ പേയിങ് ദ ലോസ് ഓർ ലയബിലിറ്റി ദ ഇൻറ്റിമിഫയർ ഈസ് സബ്റുഗേറ്റഡ് ടു ഓൾ ദ റൈറ്റ്സ് ഓഫ് ദ ഇൻറ്റിമിഫൈഡ്. He steps into the shoes of the indemnified. He may file a suit against the person liable for the loss. He may claim sums paid to the indemnified and damages suffered from the person liable. See, for example, A, B, C 3 പാർട്ടി ഉണ്ടെന്ന് കരുതാം. മീൻസ് അതിൽ എയും സിയും ഇവർ 3 പാർട്ടീസ് ഉണ്ട്. ഇതിൽ എക്ക് ഒരു കാർ ആക്സിഡൻറ്റ് വന്നു, അത് കോസ് ചെയ്തത് ബി ആണെന്ന് കരുതാം. ബട്ട് സി എന്ത് ചെയ്യുന്നു, എയും സിയും തമ്മിലാണ് കോൺട്രാക്റ്റ് ഉള്ളത്. സി എക്ക് ഒരു 50,000 നഷ്ടം വന്നു എന്ന് വിചാരിക്കുക. ആ 50,000 സി എക്ക് കൊടുത്തു, അത് നഷ്ടം പരിഹരിച്ചു. ബട്ട് അത് കഴിഞ്ഞ ശേഷം സിക്ക് വേണമെങ്കിൽ ഈ 50,000 ബിയിൽ നിന്ന് റിക്കവർ ചെയ്യാം. മനസ്സിലായോ? സിക്ക് വേണമെങ്കിൽ ഈ ബി കാരണമാണല്ലോ ഈ കാർ ആക്സിഡൻറ്റ് വന്ന് ആ 50,000 ലോസ് ആയത്. സോ ബിയിൽ നിന്ന് ബിക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാം. അങ്ങനെ ബിയിൽ നിന്ന് ആ ലോസ് മേക്കപ്പ് ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. ആൻഡ് ബി ഈസ് ലയബിൾ ടു പേ സി. ക്ലിയർ ആയോ? അതാണ് റൈറ്റ് ടു സബ്റുഗേഷൻ എന്ന് വെച്ചതിൻ്റെ മീനിങ്. നമ്മൾ ലോസ് അല്ലെങ്കിൽ ലയബിലിറ്റി പേയ്മെൻറ്റ് നടത്തിയ ശേഷം ഇൻറ്റിമിഫയർക്ക് അത് തിരിച്ച് ലഭിക്കാനുള്ള അർഹതയുണ്ടെന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ അടുത്തത് പറയുന്നതാണ് റൈറ്റ് ടു ഇക്വിറ്റീസ്. അതായത് ആഫ്റ്റർ പേയ്മെൻറ്റ് ദ ഇൻറ്റിമിഫയർ ഈസ് എൻടൈറ്റിൽഡ് ടു ഓൾ ഇക്വിറ്റീസ് that the indemnified would have enforced against the third party liable for the loss. അതായത് ഇൻറ്റിമിഫൈഡിന് പേയ്മെൻറ്റ് നടത്തിയ ശേഷം ഇൻറ്റിമിഫൈക്ക് കിട്ടാനുള്ള, അതായത് ഇയാൾക്ക് എത്രയാണോ ആ ഇത് കൊടുത്തത്. ഇപ്പോൾ എ ബി സിയിൽ എന്ന് പറയുന്ന എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു എയും സിയും തമ്മിലായിരുന്നു കോൺട്രാക്റ്റ് ഉള്ളത്. ബി ആണ് ആ ഒരു പ്രോബ്ലം കോസ് ചെയ്തത്. അപ്പോൾ ബിയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ, റൈറ്റ് ടു റെഫ്യൂസ് ദ ഇൻറ്റിമിറ്റി. The indemnifier may refuse indemnity when the loss suffered by the indemnity holder is beyond the scope of the contract. അതായത് ഇവർക്ക് ഇൻറ്റിമിഫയറിന് ആ ഒരു കാര്യം ഇൻറ്റിമിറ്റി കോൺട്രാക്റ്റ് റെഫ്യൂസ് ചെയ്യാനും അധികാരമുണ്ട്. അത് അവർക്ക് ലയബിലിറ്റി പേ ചെയ്യണമെന്നില്ല. എപ്പോഴാണ് അങ്ങനെ പറയുന്നത്? ഈ പറഞ്ഞ ഇവർ കോൺട്രാക്റ്റ് വെച്ചത് അതിൽ ഉൾപ്പെടാത്ത കാര്യമാണെങ്കിൽ, ഇതിൻ്റെ സ്കോപ്പിൽ വരാത്ത കാര്യമാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ദേ ക്യാൻ റെഫ്യൂസ് ദ ഇൻറ്റിമിറ്റി. അവർക്ക് ഇൻറ്റിമിറ്റി റിഫ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു. ഇനി എപ്പോഴാണ് ഇൻറ്റിമിഫയറിൻ്റെ ലയബിലിറ്റി കമൻസ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ? അത് കോർട്ടിൽ അതൊരു ലയബിലിറ്റി ആബ്സല്യൂട്ട് ആകുമ്പോൾ, ആബ്സല്യൂട്ട് ആവാന്ന് പറഞ്ഞാൽ ദ ലയബിലിറ്റി ഈസ് സർട്ടൺ ആൻഡ് എൻഫോഴ്സിബിൾ, നിയമപരമായി നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു ഇൻറ്റിമിഫയറിൻ്റെ ലയബിലിറ്റി വരുന്നത്. അപ്പോൾ ആദ്യം ഇൻറ്റിമിറ്റി കോൺട്രാക്റ്റ് ഉണ്ടാവുന്നു, പിന്നെ ലയബിലിറ്റി ഉണ്ടാവുന്നു, ലോസ് ഉണ്ടാവുന്നു. അതിന് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ലയബിലിറ്റി അത് ആബ്സല്യൂട്ട് ആവുന്നു, അതായത് ലയബിലിറ്റി സർട്ടണും അതുപോലെ എൻഫോഴ്സിബിൾ ആണ്, അത് ലീഗലി വാലിഡ് ആവുന്നു. അപ്പോഴാണ് ഇൻറ്റിമിഫയർ ഈ ലോസ് മേക്കപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ കോൺട്രാക്റ്റ് ഓഫ് ഇൻറ്റിമിറ്റി. താങ്ക് യു.